ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആർട്ടിസ്റ്റ് വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കിയാലോ. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നോൺ സ്റ്റിക്ക് പാൻ വെക്കുന്നത് കൊണ്ട് തന്നെ ഓയിൽ നമുക്ക് വളരെ കുറച്ച് മാത്രം മതിയാവും. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 സ്പൂൺ കടുക് നമുക്ക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സവാള നീളത്തിലല്ല അരിഞ്ഞെടുത്തിരിക്കുന്നത്, ഇത് ചെറുതായിട്ട് കുനുകുനാന്നാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇങ്ങനെ അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ കറി കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമേ. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം കറിവേപ്പിലയും ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയതും ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. അതിനായിട്ട് കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുത്താൽ മതി എന്നുള്ള ടിപ്പ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ച് മൂടി അടച്ചു വെച്ച് നമുക്ക് സവാള ഒന്ന് വഴട്ടിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പൊടികൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ചിക്കൻ മസാലയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാമേ. മൂപ്പിച്ചെടുക്കുന്നത് കൊള്ളാം, കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ളത്. ഞാനിവിടെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചാറിലേക്ക് എല്ലാം ഒന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് മൂടി അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മുട്ടയുടെ തൊലി പൊളിച്ചെടുക്കുന്ന സമയത്ത് സൈഡൊക്കെ കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി മുട്ടക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.